ഹലോ, വീട്ടിൽ നൈറ്റി ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് എന്നാൽ നൈറ്റിയുടെ എല്ലാ സുഖങ്ങളും തരുന്ന ഒരു ഡ്രസ്സാണ് നൈറ്റി ഫ്രോക്ക്. ഇത് ഓൺലൈനിലോ കടകളിൽ അങ്ങനെ വാങ്ങാൻ കാണാറില്ല. ഓൺലൈനിൽ മേടിക്കണമെങ്കിൽ 350-400 റേഞ്ചിലാണ്. അത് ഷിപ്പിംഗ് കൂടെ ആകുമ്പോൾ അതിലും കൂടും. അപ്പോൾ നമുക്ക് ഇത് ഒരു നൈറ്റി മെറ്റീരിയൽ അല്ല നൈറ്റി ബിറ്റ് ഉണ്ടെങ്കിൽ ആർക്കും സിമ്പിളായിട്ട് തയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഇതൊന്ന് തയ്ച്ചിട്ടാൽ അതിൻ്റെ വില വേറെ ഒന്നല്ലേ. അപ്പം ആർക്കും തയ്ക്കാവുന്ന രീതിയിൽ സിമ്പിളായിട്ട് ഞാനിതൊന്ന് വിശദീകരിച്ച് തരാം. ഞാനിപ്പോൾ ഇതിവിടെ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന മെറ്റീരിയലാണ് ഈ കാണുന്നത്. ഇതൊരു നൈറ്റി ബിറ്റാണ്. ഇതാണ് ഇന്ന് ഓർത്തിട്ടിരിക്കുന്നത്. ഇനിയിപ്പം ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വീതി വശം വിട്ട് വശം ജസ്റ്റ് ഒന്ന് മടക്കിയിട്ടിരിക്കുകയാണ്. ഇതല്ല, നടുക്ക് വെച്ച് മടക്കിയിട്ടിരിക്കുകയാണ്. ഇത് ക്ലോത്തിൻ്റെ ലെങ്ത് ഇതിങ്ങനെയാണ്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ നൈറ്റി ഫ്രോക്ക് ഞാനിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു 43 ഇഞ്ച് ഇറക്കം വരുന്ന രീതിയിലാണ് തയ്ക്കാൻ പോകുന്നത്. 43 ഇറക്കം ഇഞ്ച് വരണമെങ്കിൽ ഞാനിവിടെ അടിവശത്ത് ഫ്രില്ല് വെക്കുന്നുണ്ട്. ആ ഫ്രില്ലിനൊരു 5 ഇഞ്ച് ഫ്രില്ലിനായിട്ട് എടുക്കുന്നുണ്ട്. ആ ഫ്രില്ലിനായിട്ട് 5 ഇഞ്ച് എടുത്താലും ആ 5 ഇഞ്ച് ഫ്രില്ലിന് കിട്ടുകയില്ല. കാരണം അതിൻ്റെ അരികൊന്ന് മടക്കി അടിക്കണം. പിന്നെ നമ്മുടെ ഈ ഫ്രോക്കുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നിടത്തൂടെ പോകും. ആ ഒരു ഇത് എല്ലാം കൂടെ ഒന്ന് കണക്ക് കൂട്ടി 5 ഇഞ്ച് അതും ഇത് 40 ഇഞ്ചുമായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ തയ്ച്ച് വരുമ്പോൾ 43 ഇറക്കം വരും. ആ ഒരു രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഈ മെയിൻ ക്ലോത്ത് ആദ്യം ഫ്രോക്കിനായിട്ട് വെട്ടുന്നത് ഞാനൊരു 40 ഇഞ്ചിൽ ഒന്ന് മടക്കിയിടുകയാണ്. ഈ ലെങ്ത് വൈസ് ആദ്യം ഒന്ന് ഇതിപ്പോൾ ജസ്റ്റ് ഒരു മടക്കിയ ഒറ്റയൊരു പോഷൻ മാത്രമേ ഉള്ളൂ, രണ്ടായിട്ടിട്ടില്ല. കാരണം ഞാൻ ഇത് ലെങ്ത് ബാക്കി ഇങ്ങനെ ഫുള്ളിങ്ങനെ കിടക്കുന്നതേ ഉള്ളൂ. ഇത് ഞാൻ ആദ്യം നമുക്ക് വേണ്ട 40 ഇഞ്ച് ഒന്ന് അളന്നെടുക്കുകയാണ്. 40 ഇഞ്ച് ഇപ്പോൾ ഇവിടെ വരെ ആയപ്പോഴത്തേന് 40 ഇഞ്ചായി. ഈ 40 ഇഞ്ചിൽ വെച്ച് ഞാൻ ക്ലോത്ത് ഒന്ന് മടക്കിയിടുകയാണ്. അപ്പോൾ ഇപ്പോൾ രണ്ട് ക്ലോത്ത് വന്നു. മടക്കിയിട്ടേക്കുന്ന 2 ക്ലോത്ത്, അതായത് ടോട്ടൽ 4 പാളിയിട്ടുള്ള 4 പാളി ക്ലോത്ത് ഇവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ മടക്കിയിട്ടേക്കുന്നത്. 40 ഇഞ്ച് നീളത്തിൽ ക്ലോത്ത് ഇങ്ങനെ മടക്കിയിട്ടു. അപ്പോൾ ബാലൻസ് ക്ലോത്തിൽ നിന്ന് 40 ഇഞ്ചിൻ്റെ ബാലൻസ് ഇവിടെ വരുന്ന പോർഷനിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ താഴ്വശത്ത് വയ്ക്കാനുള്ള ഫ്രില്ലിനായിട്ടാണ് ഞാൻ ഈ ബാലൻസ് ക്ലോത്ത് ഇവിടെ ഇട്ടേക്കുന്നത്. അഥവാ നമ്മുടെ സ്ലീവ് നീളമുള്ള സ്ലീവ് വേണമെങ്കിൽ വീട്ടിലൊക്കെ ഇടാനാകുമ്പോൾ നമുക്ക് ഷോർട്ട് സ്ലീവ് മതിയല്ലോ. അല്ലെങ്കിൽ നീളമുള്ള സ്ലീവ് വേണമെങ്കിൽ ഈ ബാലൻസ് വരുന്ന ഫ്രില്ലിൻ്റെ ഞുറിവ് കുറച്ചുകൊണ്ട് ഈ ബാലൻസ് വരുന്ന ക്ലോത്തിൽ നിന്ന് നമുക്ക് സ്ലീവിന് നീളം കൂട്ടേണ്ടി വരും. അല്ല എങ്കിൽ ഇത് ഫുള്ള് നമുക്ക് ഫ്രില്ലിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഷോർട്ട് സ്ലീവ് എടുക്കുന്നതുകൊണ്ട് ഈ ബാലൻസ് വരുന്ന ഫുൾ ക്ലോത്തും ഞാൻ ഞുറിവിനായിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ 40 ഇഞ്ചിലാണ് എടുത്തിട്ടേക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ 40 ഇഞ്ച് വെച്ച് എനിക്ക് പാർക്ക് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യത്തിനായിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്യുകയാണ് 40 ഇഞ്ച് ഇറക്കത്തിൽ. അപ്പം 40 ഇഞ്ച് ഇറക്കത്തിൽ ഞാനിവിടെ മുറിച്ചെടുത്തിരിക്കുകയാണ് ബാലൻസ് ക്ലോത്തിൽ നിന്ന് നമുക്ക് ഒരു ബാക്കിൽ കെട്ടാനൊരു വള്ളിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ആ വള്ളിക്കും ബാക്കി താഴെ ഫ്രില്ല് വെക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ ബാലൻസ് ക്ലോത്ത് യൂസ് ചെയ്യുന്നത്. ഞാൻ കൈക്ക് എക്സ്ട്രാ ലെങ്ത് യൂസ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് അത്രയും മതി. ഏതൊരാൾക്കും സിമ്പിളായിട്ട് തയ്ക്കാവുന്ന രീതിയിൽ ഞാൻ വിശദമായിട്ട് ഇതിൻ്റെ മാർക്കിങ്ങുകളൊക്കെ പറഞ്ഞു തരാം. നമ്മളുടെ വണ്ണം എത്രയാണോ, ഇപ്പോൾ എത്രയൊരു വണ്ണം ഉള്ളവരാക്കും. ഇപ്പം ഇതിപ്പോൾ ഞാൻ 32 സൈസിനെയാണ് പറയുന്നത്. 32 സൈസിനാണെങ്കിൽ ഏതൊരു വണ്ണം ഉള്ള ഒരാൾക്കും അതിൻ്റെ കൂടെ ഒരു 4 ഇഞ്ച് കൂടി ലൂസ് എടുക്കുക. ഇപ്പോൾ 32 ഇഞ്ച് വണ്ണം ഉള്ള ഒരാൾക്ക് 36 കണക്ക് കൂട്ടി വണ്ണം എടുക്കുക. അതായത് 4 ഇഞ്ച് ലൂസ് കൂടെ കൂട്ടി 4 ഇഞ്ച് ലൂസ് കൂട്ടുമ്പോൾ 32ൻ്റെ കൂടെ ലൂസ് 4 ഇഞ്ച് കൂട്ടുമ്പോൾ 36 ആവും. 36നെ അപ്പോൾ ക്ലോത്ത് ഞാനിവിടെ മടക്കിയിട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു ഫ്രണ്ടിലേക്കുള്ളൊരു പാളി, ഫ്രണ്ടിലെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും, ഇത് ബാക്കിലേക്കുള്ള പാളി. അപ്പോൾ അതിൻ്റെ അങ്ങനെ ടോട്ടൽ 4 പാളിയായിട്ട് ഇത് ക്ലോത്ത് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ മടക്കിയിട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു വശത്ത് ഈ 36ൻ്റെ 4 ഭാഗം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ 36ന് 4 ഭാഗം എന്ന് പറഞ്ഞാൽ 9 36 9 ഒരു വശത്തെ അളവെടുക്കുന്നത്. അപ്പോൾ 9 ഇത് ചെസ്റ്റിൻ്റെ അളവാണ് പറയുന്നത്. അപ്പോൾ ചെസ്റ്റിൻ്റെ അളവ് 9ഉം അതിൻ്റെ കൂടെ നമ്മളൊരു ലൂസ് നമ്മൾ ചെസ്റ്റ് വണ്ണം കഴിഞ്ഞിട്ട് ഒരു തയ്യൽ തുമ്പായിട്ട് 1.5 ഇഞ്ച് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഷോൾഡറിൻ്റെ അളവ്, ഓരോരുത്തരുടെയും ഷോൾഡർ എത്രയാണെന്ന് അളന്ന് നോക്കുക. ഈ 36 ഈ ഒരു അളവിന് ഞാനിവിടെ 6.5 ഇഞ്ചാണ് ഷോൾഡർ എടുക്കുന്നത്. നമ്മൾ ഷോൾഡർ എത്രയാണോ എടുക്കുന്നത് അത്രയും തന്നെയാണ് ആ ഹോളും എടുക്കുന്നത്. ഷോൾഡർ ഞാനിവിടെ വൈറ്റ് ചോക്കിയാണ്ടായി മാർക്ക് ചെയ്യുന്നത് കാണാമല്ലോ അല്ലേ. ഷോൾഡർ 6.5 മാർക്ക് ചെയ്തപ്പോൾ ഞാൻ ഇനി വരുന്ന മാർക്കിംഗ് എന്ന് പറയുമ്പോൾ ഈ ഷോൾഡറിൻ്റെ താഴോട്ട് വരുന്നത് നമ്മുടെ ആം ഹോളാണ്. ആം ഹോളും
6.5 തന്നെ മാർക്ക് ചെയ്യുന്നു. ഷോൾഡർ എത്രയാണോ അത് തന്നെയാണ് നമ്മുടെ ആം ഹോളും ഇവിടെ 6.5 തന്നെയാണോ എന്ന് കറക്റ്റ് നോക്കിയാണ് ഇത് 6.5 തന്നെയാണ് മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഷോൾഡറും ആം ഹോളും തമ്മിൽ ഒന്ന് കൂട്ടി വരയ്ക്കുകയാണ്. ഇത് ഒന്ന് ജോയിൻ ചെയ്തു. അപ്പോൾ ഇത്രയുമാണ് വരച്ചത്. ഇത്രയും മാർക്കിങ്ങുകളെ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മുടെ അടുത്ത വണ്ണം എന്ന് പറഞ്ഞാൽ ഈ ആം ഹോൾ വന്ന് ചേരുന്ന ഇവിടെയാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ വണ്ണം വരുന്നത്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തല്ലോ. എത്രയാണ്? 9 ഇഞ്ച്. നമ്മുടെ കറക്റ്റ് വണ്ണമായിട്ട് നമ്മൾ പറയുന്നത് 9 ഇഞ്ച്. 9 × 4 36. അതുകൊണ്ട് 9 ഇഞ്ച്. വണ്ണത്തിൻ്റെ 4 ഭാഗം 9 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. 9 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് അതുമായിട്ടൊന്ന് യോജിപ്പിച്ച് വരച്ചു. ഇനി നമ്മൾ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുന്നുണ്ട്. തയ്ക്കുമ്പോൾ തുമ്പായിട്ട് നമ്മുടെ ഉള്ളിലോട്ട് കിടക്കാനുള്ള തുണിയാണ്. ക്ലോത്തിൻ്റെ ഉള്ളിലോട്ട് അത് 1.5 ഇട്ടാം. ഇപ്പോൾ 1.5 ഞാൻ ഇട്ടേക്കുന്നത്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. അത്രയുമാണ് നമ്മുടെ ഈ ചെസ്റ്റിൻ്റെ ഇവിടുത്തെ മാർക്കിങ്. ഇത് നമ്മുടെ കറക്റ്റ് വണ്ണം. അപ്പോൾ അത്രയും ചെയ്ത് കഴിയുമ്പോൾ ഇനിയിപ്പം ആം ഹോൾ വെട്ടുകയാണ്. ആം ഹോൾ വെട്ടാൻ ഫ്രണ്ടിലത്തെ ആം ഹോളും ബാക്കിലത്തെ ആം ഹോളും ഞാൻ ഇവിടെ തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. അത് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ആണ് നമ്മൾ വെട്ടുന്നത്. അപ്പോൾ ഫ്രണ്ടിലത്തെ ആം ഹോളിന് ഈ കോണ് വശത്ത് ഈ ഒരു മാർക്കിങ്ങിൻ്റെ കോണ് വശത്ത് നിന്ന് നമ്മൾ 1 ഇഞ്ച് ഇങ്ങോട്ടെടുത്ത് ഈ കോണിലൊരു മാർക്ക് ചെയ്യുക. ആ കോണിൽ മാർക്ക് ചെയ്തത് ഇവിടെ നമ്മൾ എടുത്ത ലെങ്ത് 6.5 ആയിരുന്നപ്പോൾ 6.5യുടെ പകുതി എന്ന് പറഞ്ഞാൽ 3.25 ആ 3.25 നിന്ന് നമ്മൾ 3.25 ഒരു അവിടെ നിന്ന് ഒരു ഇച്ചിരി ഉള്ളിലേക്ക് ഒരു 1/2 ഇഞ്ച് കറക്റ്റ് പറഞ്ഞാൽ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ആ 3.25ൻ്റെ അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ഇങ്ങനെ വന്ന് മാർക്ക് ചെയ്യുക. നമ്മുടെ ഈ 1 ഇഞ്ചിലേക്ക് വരുന്ന അവിടേക്ക് വന്നിട്ട് പിന്നെ നമ്മുടെ കറക്റ്റ് വണ്ണമായ ഈ 9ൻ്റെ അവിടെ കൊണ്ടുവന്ന് ഇത് നിർത്തുകയും വേണം. അപ്പോൾ ഈ ഒരു മാർക്കിങ് മനസ്സിലായല്ലോ. ഇത് നമ്മൾ ഫ്രണ്ട് ആം ഹോളാണ് ഇത് മാർക്ക് ചെയ്തത്. ഈ നമ്മുടെ കറക്റ്റ് വണ്ണത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇച്ചിരി എടുത്താണ് വളച്ചത്. ഇനിയിപ്പോൾ ബാക്ക് ആം ഹോള് ഇവിടെ നിന്ന് ഈ താഴെ നിന്ന് കണക്കാക്കുമ്പോൾ 1.5 ഇഞ്ച് അല്ല എങ്കിൽ ഈ ഫ്രണ്ട് ആം ഹോളിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കൂടെ കയറ്റി എടുത്താലും മതി. അത് നമ്മുടെ ഇങ്ങനെ എടുത്ത് വെട്ടണമെന്നില്ല. ഇതിൽ നിന്ന് ഇങ്ങനെ പോയി അത് വന്ന് ചേരുന്നത് ഈ കറക്റ്റ് വണ്ണമായ നമ്മുടെ 9 ഇഞ്ചിലേക്ക്. അപ്പോൾ ഫ്രണ്ടിലെ ആം ഹോളുമായി ബാക്കിലെ ആം ഹോളുമായി അപ്പോൾ വെട്ടുമ്പോൾ ഇതാദ്യം വെട്ടുക, ബാക്കി അതിന് ശേഷം ഫ്രണ്ടിലെ പീസ് മാത്രം എടുത്ത് ഇത് വെട്ടുക. അപ്പോൾ ആം ഹോൾ ക്ലിയർ ആയല്ലോ. ഇനിയിപ്പോൾ നമ്മുടെ നെക്ക് മാർക്ക് ചെയ്യാം. നെക്ക് മാർക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. ഈ ഫോൾഡഡ് വശത്താണ് നെക്ക് മാർക്ക് ചെയ്യുന്നത്. ഈ വശത്ത് നിന്ന് ഒരു 2.5 ഇഞ്ചാണ്. 2.5 ഇഞ്ച് 2.25 ഇഞ്ചൊക്കെ നമുക്ക് നെക്ക് വിട്ടെടുക്കാം. നല്ല വണ്ണം ഉള്ളവർക്കൊക്കെ 3 ഇഞ്ച് വരെയൊക്കെ നെക്ക് വിട്ടെടുക്കുന്നത് കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ 2.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ശേഷം ഞാൻ ഇവിടെ സ്വല്പം ഒരു ഷോൾഡർ സ്ലോപ്പ് 1/2 ഇഞ്ച് 1/4 ഇഞ്ച് അങ്ങനെയൊക്കെ ഇതൊരു 1/2 ഇഞ്ചോളം ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഒരു ചായ്വ് കൂടുതൽ, എന്നാൽ ഇവിടുന്ന് സ്റ്റാർട്ടിങ്ങിൽ പെയ്യെ തുടങ്ങി ഇവിടെ വരുമ്പോൾ 1/2 ഇഞ്ചോളം വരുന്നതാണ്. ഒരു ഷോൾഡർ സ്ലോപ്പ് കൂടെ കൊടുത്തു. ശേഷം ഇതിപ്പം നെക്ക് വിട്താണ് ഈ മാർക്ക് ചെയ്തത്. നെക്ക് വിട്ട് 2.5 ഇഞ്ചാണ് ഞാൻ എടുത്തത്. 2.5 ഇഞ്ചിൽ നിന്ന് നെക്ക് ലെങ്ത് എടുക്കുന്നത് 5.5 ഇഞ്ച്. ഫ്രണ്ടിലെ നെക്കിനായിട്ട് ഞാൻ 5.5 ഇഞ്ച് നെക്ക് ലെങ്ത് മാർക്ക് ചെയ്തു. നെക്ക് ലെങ്ത് ഇതൊന്ന് കൂട്ടി വരയ്ക്കുകയാണ്. നെക്ക് ലെങ്ത് ഇത് കൂട്ടി വരച്ചു. വരച്ചതിന് ശേഷം ഇതൊന്ന് റൗണ്ട് നെക്കായതുകൊണ്ട് ഇതൊന്ന് വളച്ച് വെട്ടുവാണ്. ഇപ്പോൾ നമുക്ക് റൗണ്ട് നെക്ക് കിട്ടി ഫ്രണ്ടിലെത്തത്. ബാക്കിലത്തെ നെക്കിന് 3 ഇഞ്ച് ഇറക്കമാണ് എടുക്കുന്നത്. 3 ഇഞ്ച് അതും ഇവിടെ തന്നെ മാർക്ക് ചെയ്യണം. 3 ഇഞ്ച് ഇറക്കം ബാക്കിലത്തെ നെക്ക് അതും ഇതുപോലെ തന്നെ വരയ്ക്കുന്നു. വെട്ടുന്നത് ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് വെട്ടിയതിന് ശേഷം ഫ്രണ്ട് പീസ് എടുത്ത് ഒന്നുകൂടെ എടുത്ത് വെട്ടിക്കഴിയുമ്പോൾ ഫ്രണ്ടിനത്തേന് നെക്കും ആവും. ഇപ്പോൾ ബാക്കിലെ നെക്ക്, ഫ്രണ്ടിലെ നെക്ക്, ആം ഹോള്, ഷോൾഡർ സ്ലോപ്പ് ഇത്രയും വെട്ടുകളായി. ഇനിയിപ്പോൾ നമ്മളുടെ ഇടവണ്ണം വരുന്നത് നമ്മുടെ ഇവിടുത്തെ വണ്ണം. ഇതിപ്പം വീട്ടിലിരുന്ന് ഡ്രസ്സ് ആയതുകൊണ്ട് കറക്റ്റ് വലിയ വണ്ണത്തെ ഷേപ്പിലൊന്നും ഇരിക്കണ്ട. എന്നാലും നമ്മുടെ ഇവിടുത്തെ വണ്ണത്തിനേക്കാളും 1 ഇഞ്ച് കുറവായിട്ടാണ് ഇടവണ്ണം എടുക്കേണ്ടത്. സാധാരണ അങ്ങനെയാണ്. അല്ലെങ്കിൽ നമുക്ക് ഇടവണ്ണം എത്രയാണെന്ന് വണ്ണം ഒന്ന് നോക്കാം. അതിൽ നിന്ന് കറക്റ്റ് ഇടവണ്ണം എത്രയാണോ ആ ഇടവണ്ണത്തിൽ നിന്ന് ഒരു 4 ഇഞ്ച് ലൂസ് കൂട്ടുക. അതിൽ പിന്നെ അതിൻ്റെ 4 കാണുക. അല്ല എങ്കിൽ ഇവിടെ ഇപ്പോൾ 9 ഇഞ്ച് എടുത്തത് അത് ഇടവണ്ണം വരുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവർക്കും ഒരു
14 ഇഞ്ച് 13 ഇഞ്ച് ഒക്കെ ഇതായിരിക്കും. ഹൈറ്റ് കുറഞ്ഞവർക്ക് 13 ഇഞ്ച് തന്നെ ഇടവണ്ണം എടുക്കാം. ഞാനിതൊരു 13 ഇഞ്ചിൽ തന്നെയാണ് എടുക്കുന്നത്. 13 ഇഞ്ചിൽ വരുമ്പോൾ 13 ഇഞ്ചിൽ ഈ 13 ഇഞ്ച് എവിടെയാണെന്ന് ഇങ്ങനെ ഒന്ന് വരച്ചു വിടുകയാണ്. ഇവിടെയാണ് 13 ഇഞ്ച്. അവിടെ നമ്മുടെ വണ്ണം വരുന്നത് 8 ഇഞ്ച്. 8 ഇഞ്ച് ഇവിടെയാണ്. ഇവിടെ 8 ഇഞ്ച്. ഇവിടെയാണ് 8 ഇഞ്ച് വരുന്നത്. 13 ഇഞ്ചിൽ നമ്മുടെ 13 ഇഞ്ച് 14 ഇഞ്ചിലായാലും കുഴപ്പമില്ല. ശേഷം ഇനിയിപ്പം നമ്മുടെ ഇത് 8 ഇഞ്ച് തയ്യൽ തുമ്പ് 1.5 ഇഞ്ച്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. ഈ മേളിൽ 1.5 ഇഞ്ചായിരുന്നല്ലോ. സെയിം തയ്യൽ തുമ്പാണ് നമ്മൾ എല്ലായിടത്തും കൊടുക്കുന്നത്. തയ്യൽ തുമ്പ് അത്രയും കൊടുത്തു. ഇനിയിപ്പം വേസ്റ്റ് അതായത് അരവണ്ണം വരുന്നത് നമുക്കൊരു 20 ഇഞ്ച് 21 ഇഞ്ചിലൊക്കെയാണ്. നമുക്കിവിടെ ചുരിദാറിനൊക്കെ സ്ലിറ്റ് പോലെയല്ലല്ലോ, നമ്മളിത് ഉള്ള വിരിവിൽ അങ്ങ് വിരിച്ച് വിടുകയാണ്. എന്നാലും നമ്മൾ ആ ഒരു അരവണ്ണം കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ആ വണ്ണം കൂട്ടി കൊണ്ടുപോകാൻ. അപ്പോൾ ഞാനൊരു 20 ഇഞ്ചിലാണ് അരവണ്ണം മാർക്ക് ചെയ്തത്. അരവണ്ണം നമ്മൾ ഈ ചെസ്റ്റ് വണ്ണം തന്നെ, ചിലർക്ക് ചെസ്റ്റ് വണ്ണത്തിൽ നിന്നും ചിലപ്പോൾ സ്വല്പം കൂടെ കൂടുതലുണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 9 ഇഞ്ച് തന്നെയാണ് അരവണ്ണം എടുക്കുന്നത്. 9 ഇഞ്ച് തന്നെ അരവണ്ണം എടുക്കുന്നു. അതിൽ നിന്ന് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇടുന്നു. ഇത്രയും ഒന്ന് മാർക്കിങ്ങുകൾ കൂട്ടി വരയ്ക്കുകയാണ്. മേളിലത്തെ ഇവിടുത്തെ ഈ 9 ഇഞ്ച് കറക്റ്റ് വണ്ണത്തിൽ നിന്ന് ഇടവണ്ണം 8 ഇഞ്ചിലേക്ക് ഇങ്ങനെ കൂട്ടി വരയ്ക്കുന്നു. തയ്യൽ ഇത് നമ്മളുടെ സ്റ്റിച്ചിങ് പോകാനുള്ള മാർക്കിംഗ് ആണ്. ഈ തുണിയുടെ അകത്ത് വശത്തൂടെ വരച്ചേക്കുന്നതുകൊണ്ട് നമുക്കിനി വേറൊന്നും ആലോചിക്കേണ്ട. തയ്യൽ തുമ്പ് ഈ സ്റ്റിച്ചിങ് ഈ മാർക്കിങ്ങിൽ കൂടെ അങ്ങ് അടിച്ചു വിട്ടാൽ മതി. പക്ഷേ നമ്മുടെ ഒരു വശത്ത് മാത്രമേ മാർക്കിങ് വരുള്ളൂ. മറ്റേ ക്ലോത്തിലൂടെ ഇതൊന്ന് മടക്കി പിടിച്ച് ഇതിൻ്റെ ഈ മാർക്കിംഗ് ഒന്ന് പറ്റിച്ച് വെച്ചാൽ, അതായത് മടക്കി പിടിച്ചൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ഈ ചോക്കിൻ്റെ പാട് മറ്റേ ക്ലോത്തിലൂടെ വരുമല്ലോ, ആ വശത്തൂടെ ആക്കിയാൽ മതി. അപ്പോൾ നമുക്ക് എന്നിട്ട് അല്ലെ ഒന്നുകൂടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ വശത്തൂടെ അങ്ങ് അടിച്ചു വിട്ടാൽ മതി. അപ്പോൾ സ്റ്റിച്ചിങ് പോകേണ്ട മാർക്കിങ്ങാണിത്. ഇത്രയും ചെയ്തു ശേഷം നമുക്ക് ക്ലോത്തിന് എത്രയും വീതി വരുന്നു അത്രയും വീതിയിലേക്ക് ഇങ്ങനെ പെയ്യെ വണ്ണം ഇവിടെ നിന്ന് ഒറ്റയടിക്ക് കൂട്ടണ്ട, ഇങ്ങനെ കൊണ്ടുപോവുക. തയ്യൽ തുമ്പ് താഴേക്ക് വരുമ്പോൾ ഈ 1.5 ഒന്നും വേണമെന്നില്ല. കാരണം ലൂസായി കിടക്കുന്നിടത്ത് നമുക്ക് തയ്യൽ തുമ്പ് കുറവ് അര ഇഞ്ച് ആയാലും മതി കേട്ടോ. അത്രയും തയ്യൽ തുമ്പ് അങ്ങനെ ചെയ്യുക. ഇനി താഴെ വരുന്ന ഭാഗത്ത് നമ്മൾ 1 ഇഞ്ച് 1.5 ഇഞ്ചൊക്കെ ആയാലും കുഴപ്പമില്ല. 1.5 ഇഞ്ച് ഞാനിവിടെ മേളിലേക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. കാരണം നമ്മുടെ ഈ ഒരു സൈഡായിട്ട് തൂങ്ങിക്കിടന്നാൽ സൈഡ് വശങ്ങൾ തൂങ്ങിക്കിടക്കാതിരിക്കാൻ ഒന്ന് കയറ്റി വെട്ടുന്നതാണ്. ഇത് സൈഡുകൾ തൂങ്ങി വരാതിരിക്കാനുള്ള കയറ്റി വെട്ടം. 1.5 ഇഞ്ച് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ സൈഡ് വശം നല്ല ഭംഗിയായിട്ടിരിക്കും. ഇത്രയുമാണ് നമ്മുടെ മാർക്കിങ്ങുകൾ. ഇത് ഞാനൊന്ന് വെട്ടിയെടുക്കുകയാണ്. നമുക്ക് സ്ലീവ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ സ്ലീവ് ഇവിടെ നിന്നാണ് നമ്മൾ സ്ലീവ് എടുക്കുന്നത്. ഈ ഒരു സ്പേസിൽ നിന്ന് ഇത്രയും മതിയുള്ള സ്ലീവിന് ഇറക്കം. ഈ ഒരു സ്ഥലത്തു നിന്നാണ് നമ്മൾ സ്ലീവ് എടുക്കുന്നത്. അപ്പോൾ ഈ ഭാഗം ഇത്രയൊന്ന് ഞാൻ കട്ട് ചെയ്യണം. കട്ടിങ് സംശയമുള്ളവർക്ക് ഫ്രണ്ടും ബാക്കും കൂടെ കൂട്ടി ആദ്യം ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് വിടുകയാണ്. ഷോൾഡർ സ്ലോപ്പ് ഇതിപ്പോൾ ഈ ഒരു കട്ടിങ്ങിലൂടെയാണ് പോകുന്നത്. നമ്മൾ എടുത്ത് വെട്ടാനുള്ള പോർഷനുകൾ കട്ട് ചെയ്യുകയാണ്. ഫ്രണ്ടിലത്തെ നെക്ക് ഇവിടെ ഒന്ന് നെക്ക് എടുത്ത് വെട്ടി ശേഷം ആംഹോള്, ഫ്രണ്ടിലത്തെ ആംഹോള് ഈ ഒരു 2 പാളികൾ തന്നെ എടുക്കാവുള്ളൂ. ഇതാണ് ഫ്രണ്ട് വശത്തേത്. ഇത് മാത്രം വെച്ച് ഫ്രണ്ടിലത്തേത് ആംഹോള് എടുത്ത് വെട്ടുകയാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കട്ടിങ്ങുകളെല്ലാം കഴിഞ്ഞു. നമ്മൾ സ്ലീവാണ്. സ്ലീവിൻ്റെ കട്ടിങ് എന്ന് പറഞ്ഞാൽ സ്ലീവ് ഈ ബാലൻസ് നമ്മൾ ആ ഷോൾഡർ അവിടെ ആംഹോൾ വെട്ടിയതിൻ്റെ ബാക്കി അവിടെ നിന്നാണ് സ്ലീവ് എടുക്കുന്നത്. സ്ലീവിന് ഞാൻ ഒരു 5
ഇഞ്ചൊക്കെ ഇറക്കം കിട്ടുന്ന പോലെയാണ് സ്ലീവ് എടുക്കുന്നത്. അതിനായിട്ട് ഞാനൊരു 6.5 ഇഞ്ച് ഇവിടെ മടക്കി അടിക്കേണ്ട വരുന്നതുകൊണ്ട് ഒരു 6.5 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ശേഷം ഇനി കൈയുടെ വണ്ണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈക്കുഴിക്ക് എത്രയായിരുന്നോ വണ്ണം, കൈക്കുഴിയിൽ നമ്മൾ 6.5 ഇഞ്ചാണ് കൈക്കുഴി വണ്ണം ഇട്ടിരുന്നത്. 6.5 ഇഞ്ച് കൈക്കുഴി വണ്ണം ഉള്ളതുകൊണ്ട് അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ചും കൂടെ 7.5 അതിൽ 8 ഇഞ്ച് നമുക്ക് ഇവിടെ സ്ലീവ് വണ്ണം എടുക്കണം. അപ്പോൾ ഈ കുഴിയിൽ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നമ്മളിവിടെ കൈ വളച്ച് വെട്ടുന്ന ഭാഗമായതുകൊണ്ട് ഈ ഒരു മാർക്കിങ് എത്രയാണ് 8 ഇഞ്ച് എന്നുള്ളത് അറിയാൻ വേണ്ടി ഞാൻ നമ്മുടെ കൈക്കുഴിയേക്കാളും 1.5 ഇഞ്ചും കൂടെ കൂടുതൽ വേണം ഇവിടുത്തെ തുണി എടുക്കാൻ, അതായത് തയ്യൽ തുമ്പും കൂടെ കൂട്ടി. അപ്പോൾ 1.5 ഇഞ്ച് കൂടുതൽ എടുത്തു. 8 ഇഞ്ചാണ് വീതി എടുത്തേക്കുന്നത്. 8.5 ഒക്കെ എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ഞാൻ 7 ഇഞ്ചോളം കൈയുടെ ഇറക്കം എടുത്തിട്ടുണ്ട്. കൈയുടെ നീളം ഇവിടെ നിന്നാണ് വരുന്നത്, ഇത് കൈയുടെ വീതിയാണ് വരുന്നത്. അപ്പോൾ നീളം ഞാൻ 7 ഇഞ്ച് എടുത്തപ്പോൾ ഈ താഴ്ഭാഗത്ത് ഒരു 3 ഇഞ്ച് വളച്ച് വെട്ടാനായിട്ട് ഇവിടെ നിന്ന് മാർക്ക് ചെയ്യണം. 3 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഇവിടാണ് ആ 3 ഇഞ്ച് വരുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് നമ്മുടെ സ്ലീവിൻ്റെ ഇങ്ങനെയാണല്ലോ വരുന്നത്. സ്ലീവ് ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ വളച്ച് ഇങ്ങനെയാണ് സ്ലീവ് കൊണ്ടുപോകുന്നത്. സ്ലീവ് വരും. ശേഷം കൈയുടെ താഴത്തെ വണ്ണം 7 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ 5.5 ഇഞ്ച് മതി കൈയുടെ വണ്ണം. 7 ഇഞ്ച് എടുത്തു, ബാക്കി തയ്യൽ തുമ്പായിട്ട് ഇട്ടു. അപ്പോൾ സ്റ്റിച്ചിങ് പോകുന്നതും ഇങ്ങനെയാണ്. അപ്പോൾ ഈ മാർക്കിംഗ് എല്ലാം ഇതാണ്. അപ്പോൾ ഞാനിതൊന്ന് സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഫ്രണ്ട് സ്ലീവ് ഒന്ന് എടുത്ത് വെട്ടിയാൽ നല്ലതാണ്. നമ്മൾ കൈക്കുഴി നമ്മൾ അവിടെ എടുത്ത് വെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ ഫ്രണ്ട് സ്ലീവിനായിട്ട്. അതേപോലെ തന്നെ ഈ സ്ലീവിൻ്റെ ഫ്രണ്ട് വശത്തെ രണ്ട് അത് ഇപ്പം 2 പീസ് ആണല്ലോ ഫ്രണ്ട് സ്ലീവ്. ഫ്രണ്ടെന്നല്ല, റൈറ്റ് സ്ലീവും ലെഫ്റ്റ് സ്ലീവും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഈ ആദ്യത്തെ ഭാഗം ഒന്ന് എടുത്ത് പിടിച്ചൊന്ന് വെട്ടുകയാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് വശം കൈ അവിടെ ചുളുങ്ങാതിരിക്കും. ഒന്ന് എടുത്ത് വെട്ടി സ്ലീവ്. അത് ഫ്രണ്ട് വശം എടുത്ത് വെട്ടിയത് തിരിച്ചറിയാൻ വേണ്ടി അവിടെ ഒരു നോച്ച് കൊടുത്താണ്. അപ്പോൾ സ്ലീവായി. ഇനിയിപ്പോൾ നമ്മൾ താഴ്ഭാഗത്ത് ഫ്രില്ലടിക്കാനുള്ള പോർഷനാണ്. ഫ്രില്ലടിക്കാനായിട്ട് ബാലൻസ് നമുക്കിനി ഇത്രയും മെറ്റീരിയലാണ് ആകെ ഉള്ളത്. ഉള്ളതിൽ നിന്ന് ഞാൻ ഫ്രില്ലിനായിട്ടും അടിയിൽ വയ്ക്കാനുള്ള ഫ്രില്ലിനായിട്ട് 5 ഇഞ്ച് വീതിക്കാണ് മെറ്റീരിയൽ എടുക്കുന്നത്. 5 ഇഞ്ചിന് ഞാനിങ്ങനെ പീസായിട്ട് മുറിച്ചെടുക്കുകയാണ്. പിന്നെ ഒരു ബാക്കിലൊരു വള്ളി വെക്കാനും കൂടെ നമുക്ക് ഇതിൽ നിന്ന് ക്ലോത്ത് എടുക്കണം. അല്ലാതെ ഫ്രണ്ടിലെ ഡിസൈനിനൊക്കെ ഞാൻ വേറെ മെറ്റീരിയലാണ് വെക്കുന്നത്. അപ്പോൾ അതിനോടുള്ള തുണി നിന്ന് എടുക്കുക. അപ്പം നമ്മുടെ കട്ടിങ്ങുകളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒന്ന് ഡിസൈൻ ചെയ്യാനായിട്ട് അക്കോബാഡ് ഒരു മെറ്റീരിയൽ ഇത് 10 ഇഞ്ച് ഇറക്കത്തിൽ ഈ ഒരു ഷേപ്പിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ബാക്ക് വശവും മറിച്ചടിക്കാനായിട്ട് ഉള്ള ക്ലോത്തും ഫ്രണ്ട് വശം മറിച്ചടിക്കാനുള്ള ക്ലോത്തും അടിവശത്ത് നമ്മുടെ ഫ്രിൽസിനുള്ള 5 ഇഞ്ച് വീതിക്കുള്ള ക്ലോത്തുകൾ അത് 4 പീസുകൾ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഇനി സ്റ്റിച്ചിങ് കാണാം. ഇത് സ്ലീവാണ്. അപ്പോൾ സ്റ്റിച്ചിങ് കാണാം. സ്റ്റിച്ചിങ്ങിൽ ആദ്യം തന്നെ നമ്മുടെ ഫ്രണ്ടിൽ വെക്കാനുള്ള ആ ഒരു ഡിസൈനിൻ്റെ അക്കോബ മെറ്റീരിയലിൻ്റെ സൈഡ് വശം ഞാനിപ്പോൾ ഇതൊന്ന് അടിച്ച് ആ തുമ്പിലൂടെ ഒന്ന് മടക്കി അടിച്ചേക്കുവാണ്. ഈ മടക്കി അടിച്ചത് ഇനി നമുക്ക് നെക്കിൽ വെച്ച് ഒന്നെങ്കിൽ നമുക്ക് ഫ്രണ്ട് നെക്ക് ഇത് വെച്ചങ്ങ് മറിച്ചടിച്ചാലും മതി. അല്ല, ഞാനിപ്പോൾ ഇവിടെ ഇത് ഫ്രണ്ടിൽ വെച്ച് വെറുതെ അടിക്കുന്നതേ ഉള്ളൂ. വേറെ ഒരു മെറ്റീരിയൽ വെച്ചാണ് മറിച്ചടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ ഒന്ന് അടിച്ചെടുക്കാം. ഫ്രണ്ടിലത്തെ ക്ലോത്ത് നല്ല വശത്തേക്ക് വെച്ച് ഇത് ജസ്റ്റ് ഒന്ന് അടിച്ച് പിടിപ്പിക്കുന്നതേ ഉള്ളൂ. ശേഷം അതിൻ്റെ സൈഡിൽ കൂടി ഞാനൊരു ബോർഡറായിട്ടൊരു ലേസ് കൂടെ തയ്ച്ച് പിടിപ്പിക്കുന്നുണ്ട്. ശേഷം ഇനിയാണ് നെക്ക് ഞാൻ മറിച്ചടിക്കാനുള്ള പീസ്. ഇതൊരു നടുക്കൂടെ ഒരു ഏപ്പുള്ളൊരു ഇതാണ്. എനിക്ക് അങ്ങനെയാണല്ലോ തുണി കിട്ടുകയുള്ളായിരുന്നു നമുക്ക്. ഈ പീസ് വെച്ച് ഞാനിത് നെക്ക് മറിച്ചടിക്കാൻ പോവുകയാണ്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കി വശവും ഒരു പീസ് വെച്ച് മറിച്ചടിക്കാം. മറിച്ചടിക്കുന്ന എല്ലാവർക്കും അറിയാമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ നമ്മുടെ നല്ല വശത്തേക്ക് നല്ല വശത്തേക്ക് വെച്ച് ആ ക്ലോത്ത് വെച്ചാണ് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വിടുന്നത്. ശേഷം അതിൻ്റെ ആ ഒരു അകം കട്ട് ചെയ്തിട്ട് ഈ ക്ലോത്ത് തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. അല്ല, നമുക്ക് മറിച്ചിടാതെ കഴിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പൈപ്പിങ് വെച്ച്
നെക്ക് ചെയ്താലും മതി. ഞാനിങ്ങനെ ഞാനിവിടെ ഫ്രണ്ടും ബാക്കും ഇങ്ങനെ പീസ് വെച്ച് തിരിച്ചിട്ടടിക്കുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ടും ബാക്കും നെക്കുകൾ ചെയ്തതിന് ശേഷം 2 നെക്ക് കൂടെ ഷോൾഡർ വെച്ച് നമുക്ക് യോജിപ്പിക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. ഷോൾഡർ യോജിപ്പിക്കുന്നത് ഞാൻ ഈ മറിച്ചടിച്ച പീസ് ഫ്രണ്ടിലത്തെ മറിച്ചടിച്ച പീസ് ബാക്കിലത്തെ പീസുമായിട്ട് കവർ ചെയ്ത് അങ്ങനെയാണ് ചെയ്യുന്നത്. സംശയമുള്ളവർക്ക് ഞാൻ അതെങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. ഫ്രണ്ടിലെ പീസിനെ ഇങ്ങനെ കവർ ചെയ്തുകൊണ്ട് മറിച്ചടിച്ച പീസ് വെച്ചുകൊണ്ടാണ് ഞാൻ ഷോൾഡർ യോജിപ്പിക്കുന്നത്. ശേഷം അതിന് ശേഷം ഇങ്ങനെ തിരിച്ചിടുമ്പോൾ നമുക്ക് ഷോൾഡർ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടുന്നതാണ്. ശേഷം നെക്കിന് മുകളിലൂടെ ചുറ്റും ഒരു പതിച്ച അടി അടിക്കുന്നതാണ്. ഫ്രണ്ട് നെക്കിന് ഓൾറെഡി അടിച്ചതാണ്, ഡിസൈൻ വെച്ച് അടിച്ചപ്പോൾ ബാക്ക് നെക്കിനും അങ്ങനെ ചെയ്തു. അതിനുശേഷം നമ്മൾ സ്ലീവ് പിടിപ്പിക്കാൻ പോവാണ്. അപ്പോൾ സ്ലീവ് ഏത് വശത്തെയാണെന്ന് നമ്മൾ ഫ്രണ്ട് വശം എടുത്ത് വെട്ടിയിട്ടുള്ളത് കൊണ്ട് അത് നോക്കി അത് ഏത് വശത്താണെന്ന് വെച്ചാൽ അത് എടുത്തിട്ട് ഫ്രണ്ടിൽ തന്നെ ആക്കി വെച്ചിട്ട് വേണം വെട്ടാൻ സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇങ്ങനെ നേരെ നടുക്ക് വെച്ച് മടക്കി ആ സെൻറ്ററിൽ നിന്ന് മറ്റേ ഷോൾഡറിൻ്റെ ആ സെൻറ്ററിൽ നിന്നാണ് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത്. 2 വശത്തെ സ്ലീവ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കൊരു വള്ളി നമ്മൾ പിടിപ്പിക്കാനുണ്ടായിരുന്നു. അപ്പോൾ സ്ലീവിൻ്റെ വണ്ണം നോക്കി സൈഡ് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ വള്ളി ചെയ്യാനുണ്ട്. നമുക്ക് 2 വള്ളികളൂടെ ഇങ്ങനെ അടിച്ചെടുത്ത ശേഷം നമുക്ക് ഇനി സൈഡ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ 2 വള്ളികൾ ഇതുപോലെ ഇങ്ങനെ തയ്ച്ചെടുത്തതിന് ശേഷം ഇനിയിപ്പോൾ സ്ലീവിൻ്റെ വണ്ണം നോക്കി സൈഡ് അറ്റാച്ച് ചെയ്യുകയാണ്. സൈഡ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഞാൻ ഇതൊരു 14 ഇഞ്ച് ഷോൾഡറിൽ നിന്ന് 14 ഇഞ്ച് ഇറക്കാതെ നമ്മളുടെ ഷേപ്പ് വരുന്ന ആ ഒരു ഭാഗത്താണ് വള്ളി ഉള്ളിൽ ഇങ്ങനെ വെച്ച് അതുകൂടെ കൂട്ടിയാണ് അടിച്ചു വിടുന്നത്. അപ്പം വള്ളിയുടെ ആ പോർഷനിൽ എത്താറാകുമ്പോൾ സ്റ്റിച്ചിങ് ഒരു 3-4 തവണ ഇങ്ങനെ ഒന്ന് എടുത്തെടുത്ത് അടിക്കുക. അപ്പോൾ അവിടെ ബലമായിട്ട് വള്ളി ഇരുന്നോളും. അപ്പോൾ ഞാനിങ്ങനെ ഒരു 3-4 തവണ അവിടെ മാത്രം ഒന്ന് അടിച്ചു ബാക്കി ഭാഗം താഴേക്ക് അടിച്ചു വിടുകയാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ 2 സൈഡും അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് താഴത്തെ നമ്മുടെ ഞുറിവുകൾ വെച്ച് കൊടുക്കുകയാണ്. ഇതേപോലെ ഇത് ഓൾറെഡി ഇവിടെ ഞുറിവ് ഞാൻ നേരത്തെ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. ആ ഞുറിവ് ഇതിലേക്ക് വെച്ച് ഇനി അടിച്ചു പിടിപ്പിക്കുകയാണ്. ഞാനിങ്ങനെ ഫുള്ള് വട്ടം അടിച്ചതിന് ശേഷമാണ് ഈ ഞുറിവ് ഇങ്ങനെ വെച്ച് അടിക്കുന്നത്. അതാണ് എളുപ്പം. അതിന് ശേഷമേ ഞാൻ ഇതിൻ്റെ ഇറക്കം എത്രയാണെന്ന് നോക്കിയതിന് ശേഷമേ ഇനി ഇതിൻ്റെ അടിവശം മടക്കി അടിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ നൈറ്റി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്കാണ് ഇങ്ങനെ. ബാക്കിൽ ഒരു വള്ളിയൊക്കെ അറ്റാച്ച് ചെയ്ത് ഇങ്ങനെയാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ലുക്ക് വരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ പ്രയോജനമെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.